നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഫെബ്രുവരി 28 മുമ്പായി ആധാർ കാർഡ് ചെയ്യേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുകളാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന 99% ആളുകളും ആധാർ കാർഡ് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പെടുത്ത ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സർക്കാർ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴും 70% ആളുകൾ മാത്രമാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തത്. അപ്ഡേറ്റ് ചെയ്യാത്ത ആധാർ കാർഡുമായി ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആനുകൂല്യങ്ങളും ലഭിക്കുകയില്ല. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് അനുഭവിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു മാസം ഫെബ്രുവരി 28 മുമ്പ് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. നിലവിൽ ആധാറുമായി അപ്ഡേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്ത ആളുകളുണ്ടെങ്കിൽ, മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വിദേശത്തു നിന്നും ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അക്ഷയയിൽ പോകാതെ തന്നെ നേരിട്ടും ചെയ്യാൻ സാധിക്കും. ഇനി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായി മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന നമ്പറാണ് ഇപ്പോൾ ആധാർ കാർഡിൽ ഉള്ളതെങ്കിൽ നമ്മൾ പുതിയതായി ഉപയോഗിക്കുന്ന ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ ഉപയോഗിക്കുക. മൊബൈൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള രേഖയാണ്. പല ഗവൺമെൻറ് കാര്യങ്ങൾക്കും നമ്മൾക്ക് മൊബൈൽ നമ്പർ കൊടുക്കാൻ സാധിക്കുകയില്ല. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായി OTP വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റായി തന്നെ സൂക്ഷിക്കുക. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്പറാണെന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ അക്കൗണ്ടിലുള്ള പണം എടുക്കാൻ വരെ ഈ ആധാറിലെ മൊബൈൽ നമ്പർ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്ക് വരുന്ന OTP മറ്റാരിലേക്കും പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. ഇനി ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, 5 വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായും കുട്ടികളുടെ സ്കൂൾ അഡ്മിഷന് മുമ്പായി തന്നെ, ഈ ഒരു ഏപ്രിൽ കഴിഞ്ഞാൽ കുട്ടികളുടെ അഡ്മിഷൻ മറ്റു കാര്യങ്ങളും തുടങ്ങുകയാണ്, അതിനു മുമ്പായി തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് 15 വയസ്സിന് മുമ്പെടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായും 15 വയസ്സിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. +1 അഡ്മിഷൻ, അതുപോലെ തന്നെ ഡിഗ്രി അഡ്മിഷൻ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾക്കും ആധാർ കാർഡിലെ അപ്ഡേഷൻ നിർബന്ധമാണ്. റേഷൻ കാർഡിൽ നിന്നും സാധനങ്ങൾ കൈപ്പറ്റാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ അപ്ഡേഷൻ നിർബന്ധമാണ്. അപ്പോൾ നിർബന്ധമായും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ. നമ്മൾ പല പ്രാവശ്യം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പഴയ ഫോട്ടോ തന്നെയാണ് ഇപ്പോഴും പല ആളുടെയും ആധാർ കാർഡിലുള്ളത്. ഒരുപാട് ഫേസ് ഓതൻറ്റിക്കേഷനുമായ ആപ്പുകളിലെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ ഏറ്റവും ലേറ്റസ്റ്റായി ഉപയോഗിക്കുന്ന ഫോട്ടോ തന്നെ ആയിരിക്കണം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത ഫോട്ടോ അവിടെ കൊടുക്കാൻ സാധിക്കുകയില്ല. നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ അവർ എടുക്കുകയും ആ ഫോട്ടോ തന്നെയാണ് വരുന്നത് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. നമ്മൾ ആധാർ കാർഡ് അപ്ഡേഷൻ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ടാകും. പക്ഷേ നമ്മൾ ഫോട്ടോ മാറ്റാനുള്ള അപേക്ഷ കൂടി അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്താൽ മാത്രമാണ് പുതിയ ഫോട്ടോ അതിലേക്ക് വരികയും മറ്റു കാര്യങ്ങളും ചെയ്യുകയുള്ളൂ. ആധാർ കാർഡിലെ ഫോട്ടോയും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ 6 മാസമായി താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സാണെന്ന് ഉറപ്പുവരുത്തുക. പല സംബന്ധ കാര്യങ്ങൾക്കും ആധാർ കാർഡിലെ അഡ്രസ്സ് ഒരു ഔദ്യോഗിക രേഖ തന്നെയാണ്. ആധാർ കാർഡിലെ അഡ്രസ്സ് തിരുത്താനും അതുപോലെ തന്നെ ഫോട്ടോ മാറ്റാനും മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാനും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനും എല്ലാം തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വന്ന് ചെയ്യാൻ സാധിക്കും. വളരെ തുച്ഛമായ ഫീസ് മാത്രമാണ് ഇതിനെല്ലാം ഉള്ളത്. 50-100 രൂപ മാത്രമാണ് ഇതിനെല്ലാം ഫീസുള്ളത്. ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ഫീസ് മാത്രം കൊടുത്താൽ മതിയാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.